കൂട്ടുകാർക്ക് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നേ നമ്മൾ സാധാരണ എല്ലാ സാധനം പുഴയിൽ ഇറക്കി വിടാറുണ്ട്. അപ്പം ആ ഒരു കറക്റ്റ് സമയമാകുമ്പോൾ ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് പുള്ളിനെ വിട്ടപ്പോൾ പുള്ളിക്ക് ആ ഒരു പുഴയിൽ പോകാനുള്ളൊരു ടെൻഡൻസി, വെള്ളത്തിൽ കിടന്ന് കളിക്കാനുള്ളൊരു ടെൻഡൻസിയൊക്കെ പുള്ളി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കറക്റ്റ് 2-2:30 സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ മെല്ലെ തീറ്റയൊക്കെ നിർത്തി ആളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കുറേ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടും കുറേ ആൾക്കാരെ കുറേ വീഡിയോയിൽ പറയേണ്ടി വന്നു. കുറേ ആൾക്കാരെ കുറ്റമായിട്ടുള്ള രീതിയിലൊക്കെ പറയേണ്ടി വന്നിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാരൊക്കെ എന്നെ അത്ര അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണ്. ഞാൻ മിണ്ടാണ്ടിരുന്നിട്ടേ പിന്നെ ഞാൻ ഇങ്ങോട്ട് രംഗത്തേക്ക് ഇറങ്ങി വന്നില്ലേ വീണ്ടും. അപ്പം എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെയാണ് പോരുകയാണ്. അപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ പറഞ്ഞു, വേണ്ട ചേട്ടാ വലിയോടത്ത് പോട്ടെ, നമുക്ക് നമ്മുടെ വീഡിയോ, നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ചേട്ടാ, ഈ ആവശ്യമില്ലാത്ത ഇവന്മാരുടെ ഒന്നും പിന്നാലെ ചേട്ടൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ചു പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി, ഞാൻ തന്നെ ഇപ്പോൾ പല പ്രാവശ്യമായി പറയുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ നിർത്തി. ഇനി ഇവരോടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഇവർ അതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ചൊന്ന് എനിക്കും ഒരു ഇതൊക്കെ വേണ്ടേ, അത്രേ ഉള്ളൂ. അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി അത് ഞാൻ പരമാവധി ശ്രദ്ധിച്ചോളാം. പിന്നെ വീഡിയോസിന് എന്തോ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫോൺ ഇപ്പോൾ മറ്റേ കുറച്ച് കാലമായില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇപ്പം ആനയുടെ ഒരു മൂഡ് കണ്ടോ, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കുന്ന ആൾ നിൽക്കണം കണ്ടോ, ആൾക്കിപ്പോൾ ആ വെള്ളത്തിൽ പോയി കളിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യമുണ്ട്. അപ്പം നമുക്ക് നല്ല നൈസായിട്ട് കൂട്ടുകാരനെ അയച്ചിട്ട് അപ്പോൾ എനിക്ക് പോവാം. അപ്പം ബാക്കി നമുക്ക് എന്താ പരിപാടി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ആ ക്ലിപ്പിൻ്റെ കയറില്ലേ, അതവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് ആദ്യം തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം വെള്ളത്തിൽ നിന്ന് വിളിച്ചാൽ പുള്ളി ഇറങ്ങി വരും. പുള്ളി കുഴപ്പമൊന്നുമില്ല, പുള്ളി വിളിച്ചാലൊക്കെ കയറി വരണൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ധൈര്യക്കുറവ്, അത് കാരണം കൊണ്ട് ഒരു ക്ലിപ്പ് കയറി ഇവിടുന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. നേരെ ഇവിടുന്ന് മെല്ലെ ചെല്ലുക, ആ ചങ്ങലയമ്മ ക്ലിപ്പ് എടുത്ത് കൊളത്തുക, പുഴയിൽ ഇറക്കി വിടുക. അപ്പോൾ ആളുടെ സന്തോഷവും ആളുടെ ആ ഒരു കാര്യങ്ങളും. പിന്നെ ഭയങ്കരമായ ചൂടല്ലേ, അമിതമായ ചൂടാണ്. ആനകൾ വെള്ളത്തിൽ കിടന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ ശരീരത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, ആടുന്നുണ്ടാവും. ഞാൻ പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം കാണിച്ചു തരാം. എൻ്റെ അടുത്ത് കളിച്ചാൽ ഞാൻ എല്ലാവരും കാണിക്കൂട്ടാ. കാട്ടി പോണോ വീട്ടിൽ പോണോ? അപ്പോൾ പറഞ്ഞാൽ എവിടെയെങ്കിലും പോകും. ക്യാമറമാനോ ഇവിടുന്ന് പുള്ളി അനങ്ങില്ല കേട്ടോ. ഇവിടുന്ന് അവിടെ വെച്ച് കഴിയുമ്പോൾ ആള് പറയൂട്ടോ, സന്തോഷം. രാജാവ് മുമ്പിൽ പ്രജകൾ പിന്നിൽ. അതെ, റേഡിയേറ്റർ തണുപ്പിച്ചിട്ട് വരാം. ഞാൻ അത് ഇതാക്കി തരും. ക്യാമറമാൻ ഞാൻ. അതെ, ഇവിടെ വാടങ്ങടേ വെള്ളത്തിൽ പോണ്ടേ. ഇന്നും പുഴയിലിരിക്കുക. ഇതിനെ താനെ മാത്രം കിട്ടുന്നില്ല, എന്നാ സംഗതിയാണെന്നറിയില്ല. അത് ഇവനല്ലേ ക്യാമറമാൻ. പുഴയിലേക്ക് പോണ്ടേ പോണെന്നാ പോണ്ടെന്നാ. പുഴയിൽ പോയി മുങ്ങി കുളിച്ച് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കടന്ന് മറിഞ്ഞ് സന്തോഷമായിട്ട് വന്നാൽ മതിട്ടാ. ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി തരരുതിട്ടാ. വിളിച്ചാൽ കയറി വന്നോളൂ, വിളിച്ചാൽ കയറി വന്നോളൂ. നടക്കണ്ടേ, നിങ്ങൾ കയറി വാ. വെള്ളം കണ്ടപ്പോൾ ആൾക്കൊരു സന്തോഷം, ഒരു ശുഷ്കാന്തി. നീ ഇതിലിങ്ങനെ ഇങ്ങോട്ട് കയറിക്കോ, നിന്നെ ചിലപ്പോ ഇങ്ങോട്ട് കയറിക്കേ, ചിലപ്പോ എന്റെ ഇങ്ങോട്ട് കയറിക്കാറി. ഇന്നോട് കയറിക്കോ, ഇന്നോട് കയറിക്കാൻ, ഇന്നോട് കയറിക്കാൻ. அப்படியே அப்படியே இன்னொரு
ഇന്നോടിരിക്കാണ് അവിടെ എന്റെ പൊന്നു കൊച്ചു മുതലാളി ദൈവത്തോർത്തൊന്നും പറയരുത്. പൊക്കോ പൊക്കോ പൊക്കോ. ആ അന്ന് വന്നിട്ട് ഒറ്റ ചോദ്യം ചേട്ടൻ ചെയ്ത് വരുമോന്ന്. പിന്നെ വന്നില്ല. അങ്ങോട്ട് ഇറങ്ങി പതുക്കെ 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 മെല്ലെ 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 മെല്ലെ. ഓ മെല്ലെ മെല്ലെ. ആ ഇറങ്ങിയോളൂ ഇറങ്ങിയോളൂ. മെല്ലെ 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 പതുക്കെ പതുക്കെ. ആ പതുക്കെ പതുക്കെ ഇറങ്ങാം, അല്ലെങ്കിൽ നിന്റെ കയ്യും കാലൊക്കെ മുറിയും. നീ നോക്കി കണ്ടോരോന്ന് ചെയ്യും കേട്ടാ. ഓ പോയിക്കോ 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 പോയിക്കോ. ഓ അവിടെ ഒറ്റ മുങ്ങല്. ഇനി ഇതിലെങ്ങോട്ട് വരൂ? അതിലങ്ങോട്ട് വരാം. ആ ചെടി വാരി ഇതല്ലടാ മാക്കാനോ. കുട്ടി ശ്രദ്ധിച്ചു പോകൂ കുട്ടി. മുങ്ങി നടക്കട്ടെ കുറച്ചാണ്. മുങ്ങി നടക്കണം. അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോ. ഈ ചെളി വെള്ളത്തിൽ കിടന്ന് മറിയണ്ട, നല്ല വെള്ളത്തിലേക്ക് പൊക്കോളെ. അപ്പ അവിടെ വന്ന് കിടന്നു പൊക്കടേ. അങ്ങോട്ട് പോക്കോ. ചെളിയാ വാരിക്കാറ്റിന്. ആ ഇന്ന് കഴുകണില്ലല്ലോ, നാളെ പ്രവി വന്നിട്ട് കഴുകുള്ളൂ. ഞാൻ കഴുകില്ലല്ലോ. എന്നോട് മുതലാളി പറഞ്ഞിട്ടുണ്ട് ശരീരം വേർക്കണ പണികളൊന്നും എടുക്കരുത്. അതിനാണ് ആൾക്കാരെ വെച്ച് തന്നേക്കണത്. തോട്ടി മടി അവിടെ എന്ത് തേങ്ങയപ്പോ കാണിക്കണേ, എന്തെങ്കിലും കാണിക്കട്ടെ. ആളെ ആസ്വദിക്കട്ടെ. ആളെ നമ്മള് സന്തോഷിക്കാനല്ലേ പറഞ്ഞു വിട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണണം. വാരിയിടും, ചെളി വാരിയിടും. എന്തത് മുങ്ങി നടക്ക. ഈ ചെളിയില്ലേ ആള് കയറി വരാൻ നേരത്തെ എല്ലാം റെഡി ആക്കിയിട്ട് കയറി വരിക. ഒരു തരി മണ്ണുണ്ടാവില്ല. ഞാനൊന്ന് കളിക്കട്ടെ. എനിക്ക് ആനാളെ ചിലതിനെ ഒന്നിങ്ങനെ വിളിച്ചാൽ പിന്നെ തിരിച്ചു വരില്ല. അതല്ലേ പ്രശ്നം. ആ പോണ വണ്ടി ആ വഴിക്ക് പോവല്ലേ, തിരിച്ചു വരുന്നില്ലല്ലോ. വന്ന ആനകളുണ്ടെങ്കിൽ സുഖമാണേ. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അഴിച്ചു വിട്ടാൽ അവർ ശരിക്ക് വെള്ളത്തിൽ ഇങ്ങനെ ആനകൾ ഇറങ്ങി കിടക്കണം. തുമ്പൂർ മൊഴിയിലൊക്കെ കണ്ടിട്ടില്ലേ കാട്ടാനകൾ വെള്ളത്തിൽ വന്നിട്ട് മണിക്കൂർ കണക്കിന് കിടക്കുന്നത്. അതെന്തുകൊണ്ടത്? അതന്നെ നമ്മൾ കഴുകി ഓസിട്ട് കഴുകുമ്പോൾ എത്ര കഴുകിയാലും അത് കണക്കില്ല. ഇതാവുമ്പോൾ അവരുടെ ഇഷ്ടത്തിന്. പിന്നെ നമ്മളിവിടെ നിൽക്കരുത്, നമ്മൾ മാറി പോകണം. അവരവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുക. ഇനി അവന്റെ ലീലാവിലാസങ്ങൾ കുറച്ച് ഷോട്ടുകളായിട്ട് കാണിച്ചു കൊടുക്കുക. നല്ല സൂം ചെയ്തൊക്കെ കാണിക്കുക. അതിൽ അവിടെ നിന്നൊക്കെ ഒരു 1.5 പവൻ പോയിട്ടുണ്ട്. അതാണ് ആ മുങ്ങി എടുക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മുങ്ങി എടുക്കണമെന്ന്. എന്നിട്ട് കയറിയ ഷെയർ കൊടുക്കും. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ മുങ്ങി എടുക്കാനാണ് പോണത്. 1.5 പവൻ പോയിട്ടുണ്ട്. അതാണ് ആ മുങ്ങണി എടുക്കണത്. എടുക്കട്ടെ. ഞാനിവിടെ നിന്നാ പുള്ളി കളിക്കില്ല. ഞാൻ പോയോന്ന് ഇടയ്ക്ക് നോക്കും. അപ്പൊ കയറുമ്പോ പിടിച്ച് വലിക്കും കേട്ടോ. അപ്പൊ അതിനാണ് ആ പോക്ക്. കയറുമ്പോ വലിക്കാൻ. കയറ് വലിക്കണ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ കയറില്ലെങ്കിൽ പോയില്ലേ? ആ കയറങ്ങാനും വലിച്ച് പൊട്ടിച്ചാൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങോട്ട് വന്നാട്ടാ. ആ കേട്ടു. ഇനി അവിടെ കിടന്ന് കളിച്ചോളും. ഇനി അത് നോക്കി വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്യും. നമ്മുടെ പ്രേക്ഷകരെ എല്ലാം കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അതെ. ഇനി നമുക്ക് നമ്മുടെ ആനയും നമ്മുടെ വിശേഷങ്ങളൊക്കെ മതി. നമ്മൾ ഈ കണ്ട ആൾക്കാരുടെ പിന്നാലെയൊക്കെ പോയിട്ട് വെറുതെ എന്തിനാ അവരെ ഈ വക തൊണ്ടി വർത്താനൊക്കെ കേൾക്കാൻ നിൽക്കണല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ ആനയുടെ കാര്യങ്ങൾ മാത്രം മതി. നന്ദപ്പനെ നമ്മൾ സോറി കൃഷ്ണപ്പനല്ലേ ഇതിനൊരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കണ്ണപ്പൻ നൈസായിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങി നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോവാം. അവിടുന്ന് ഈ പരിധി വിട്ടിട്ട് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഓടിക്കോളൂ കേട്ടാ.
അത് എന്നെ പ്രത്യേകിച്ച് പറയാം. അല്ല പരിധി വിട്ടിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെവി താങ്ങി പിടിച്ച് കൈ പൊക്കി പിടിച്ച് വരും. അപ്പോൾ ഓടിക്കൊള്ളണം. അപ്പം 100-150 ഞാൻ വിടും. ഈ ദൈവത്തോർത്തി കൊച്ചു മുതലാളി അവിടെ നിൽക്കുക, അങ്ങോട്ട് വരരുത്. നന്ദനാനെ ചേട്ടത് വരുമെന്ന് ചോദിച്ചു, പിന്നെ അത് വന്നേ ഇല്ല. ഈ ആനേനെ അതുപോലെ ഈ വരണ്ട, അവിടെ ഒന്നോ ഇങ്ങോട്ട് വരണ്ട. അതെ ഇങ്ങോട്ട് വരണ്ട. കേട്ടോ കേട്ടോ. കൊച്ചു മുതലാളിനെ എനിക്ക് കാണിച്ചു കൊടുക്കും. വടിയൊക്കെ പിടിച്ചിട്ട് വന്നേക്കോ ഇവിടെ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു മുതലാളി. ഞങ്ങളുടെ വടിയൊക്കെ എടുത്തിട്ട് വന്നേക്കോ. ഇവിടെ ആന കാണിക്കണം നോക്കൂ. വന്നിട്ട് ഇവിടെ നിന്ന് കണ്ടാൽ മതിട്ടാ. നേർപ്പടിയൊക്കെ അവിടെ പോയി നിന്ന്, അതായിരിക്കും നല്ലത്. നീ ഇവിടെ നിന്ന് എനിക്ക് അത്ര വിശ്വാസം തിട്ടയെല്ലാം കൊമ്പിന്റെ കുത്തി മാറി. ഇത് കണ്ടോ മോത്ത കയറ്റി ഇത് മൊത്തം കയറ്റി വെച്ചു. മണ്ണിൽ ഒരക്കണതാ. കുറച്ചോട്ടെ വിഷയമുള്ള കേസല്ലാതെ നമുക്ക് കഴിവ് കളിപ്പിക്കടാ. പിന്നെ എന്തൊരു പേടിക്കാൻ കളിക്കട്ടാ. കൊച്ചു മുതലാളി ഇവിടെ നിന്ന് ശരിയാവില്ല. ഇതിനെ കൊണ്ടുപോക്കോ. വേണ്ട വേണ്ട, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ കാര്യക്കാര് കുഴപ്പമില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓടാ അപ്പുറം നിൽക്കുന്നത് സേഫ് അല്ലാന്ന്. മലപ്പിടിക്കാൻ വേവൻ പോടാ. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് തന്നെ വരും കേട്ടാ. തോട്ടി മടി ചവിട്ടി ഓടിക്കുന്നുണ്ട്. അവന്റെ കയ്യും കാലം കൂട്ടി കെട്ടിയിട്ടുണ്ട്. അല്ലല്ലേ നീയാന്ന് വന്നിട്ടേ സന്ദീപ പിടിച്ച് കടിച്ചിട്ട് വിടണ. പട്ടി കടിച്ച പോലെ കടിച്ചിരിക്കല്ലേ. പിന്നെ ഓടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇപ്പൊ കൈമ പിടിച്ച് കടിച്ചു. തിരിച്ചു പറഞ്ഞ ഞാൻ കൊടുത്തു. കടച്ചലായിരുന്നു വൈകുന്നേരം വരെ. സാധനം അങ്ങോട്ട് വിട്ടു. അത് വീട് വെച്ചില്ല. വീഡിയോയില് പിടിച്ചേർത്തേക്കാം. നല്ല അംഗം വെള്ളത്തിൽ കിടന്നു മണ്ടൊക്കെ ഇടിച്ചേർക്കുക ചെറുതായിട്ട്. അതൊക്കെ വലിച്ചിട്ട് അവിടെ അതല്ലേ ഞാൻ പറഞ്ഞേ. കൊമ്പെല്ലാം ഓടിച്ച് തിട്ട എന്നിട്ടവിടെ കാണിക്കണേ. എന്നിട്ടത് അത് ശരി അറമാതിയത്
ഇവനോട് പറഞ്ഞിട്ട് വല്ല കുലുക്കണ്ടോ നോക്കിയേ. വെള്ളത്തിൽ പോയി കിടക്കണ പൊട്ടക്കണാപ്പാ. അയ്യോ എന്താണത്? സാധനങ്ങളുണ്ടാ എന്തോട്ടും മണ്ടന. അതെ, എന്തൊട്ടും മണ്ടനല്ലേ. ഞാൻ വന്നപ്പോ സാധനങ്ങളില്ല, സ്റ്റാച്ചു ആയിട്ട് ഞാൻ പിണ്ടത് കേൾക്കാണ്ടിരിക്കല വെള്ളത്തിൽ. ഞാൻ പോയി കഴിയുമ്പോൾ നോക്കിക്കോ, എന്നിട്ട് തല പൊന്തിച്ച് നോക്കൂ കേട്ടോ ഞാൻ പോയി വന്ന്. അത് കഴിയുമ്പോൾ കണ്ടു പോവാന്ന് പറഞ്ഞില്ലേ? അത് കേട്ടു. കേക്കാഴിയൊന്നുമില്ല, എല്ലാം കേൾക്കും. ചെയ്യില്ല മാത്രം. കരിങ്കല്ലേ നിൽക്കുന്നല്ലോ നിൽക്കും. അതിനാണ്ട് ഒഴുകി വരുന്നു. മരത്തടിയാണ്. ഞാനൊക്കെ പിടിച്ചു. ഏ എന്റെ വീട് ഇപ്പൊ 4 ആക്കൂട്ടോ. വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ മാറ്റി വെക്കാം. അതിലേക്ക് ഇപ്പൊ അത് തീരുമാനമാകും. ഞങ്ങളുടെ റൂം ഒന്നിനും കൊള്ളില്ല. കൊമ്പ് അത്ര കയറ്റി വെച്ചേക്കുക. കുത്തെന്ന് പറഞ്ഞാൽ സൗണ്ട് കേട്ടു. പോയി വെക്കണ ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ മണ്ണൊന്ന് ഇളക്കി പറിക്കണ്ടാ. നിന്നെ തിട്ടടിക്കാനോ കൊണ്ടുവന്നേ? എന്ത് കാണിക്കുന്നേ? ഒരു കോള് വരുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമില്ലേ കൂട്ടുകാരാ? നീ എന്തിനാ വെറുതെ ആ ചെടിയിലൊക്കെ പോയി കിടന്ന് മറിയണം? ആ നല്ല വെള്ളത്തിൽ കിടന്ന് നിനക്ക് കളിച്ചുകൂടെ? നീ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എനിക്കറിയാം. വെള്ളമായിട്ട് ചോദിക്കുമോ കൂട്ടുകാരാ? കയറാറായിട്ടില്ലേ? അവിടെ കിടന്നോളൂ.
കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്താണെന്ന് അറിയാൻ വന്ന് നോക്കിയിട്ടാറപ്പ. വെള്ളമൊക്കെ എടുത്ത് തലകട ഒഴിക്കുക. ചെളിയൊക്കെ നോക്കി നോക്കിയേ. മുങ്ങങ്ങട് മുങ്ങ, തല മുങ്ങട്ടെ. ഓളം ഇട്ട് കളിക്കുക. കൂട്ടുകാരാ തലയൊക്കെ ഒന്ന് മുങ്ങട്ടെ. ഒന്ന് മുങ്ങുവോ? കണ്ണൊക്കെ തുറപ്പിക്കണ്ടല്ലോ നമ്മളോടാ. ഞാൻ ചേട്ടാ എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് വയ്യ. എൻ്റെ മക്കിട്ട് കയറാൻ വരെ ഇരിക്കുമോ? നീ അവിടെ കിടന്ന് എന്താന്ന് വെച്ചാൽ കാണിച്ചിട്ട് വന്നാൽ മതി. എന്നാ വെള്ളത്തിൽ ആലോചിക്കുക എന്താ ചെയ്യണ്ടെന്ന്. കെട്ടിട്ടേക്ക? കെട്ടിട്ടുണ്ട്. അല്ല കയറി വരും. വിശ്വാസമാണല്ലോ എല്ലാം. ഇന്നലെ മിനിയാന്നൊക്കെ കയറി വന്നിരുന്നു. വരും. ആൾ കുറച്ചു നേരം ഇങ്ങനെ കെടുക്കും. കുറച്ച് കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ആള് തന്നെ കയറും. അപ്പം നമ്മളോട് വിളിച്ചിട്ട് പോയാൽ മതി. മുങ്ങി നിൽക്കുക. നമ്മൾ പറയണ കേൾക്കാണ്ടിരിക്കാനൊന്നുമുണ്ട്. എന്നെ കണ്ട ഇതാക്കാം. ഞാൻ പോയാൽ കുത്തി മറിയും. ഇപ്പം ഇങ്ങനെ കണണ്ട. ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പം നോക്കിക്കോട്ടോ. ആദ്യം മറിയല്ലായിരിക്കും. ഈ ഞാൻ എന്തുവാണ് ഈ ആനേനെ ചീത്തേക്ക്? എന്താ ഞാൻ പോരാട്ടാ. ആ പോയിട്ടോ പോയിട്ടോ.
ആനേ തിന്ന പിന്നെ തിന്നുക പയ്യെ ആസ്വദിച്ചിരുന്ന് തിന്നുക. ആസ്വദിച്ചിട്ട് തിന്നോട്ടെ തിന്നോട്ടെ. ഒരു വിശ്വാസല്ലേ തിന്നോട്ടെ. പുല്ലിന്ന ബോറടി സമയം പോലെ കയറി വരും. ചിലപ്പോ കയറി വരില്ല. നമുക്ക് ആയിട്ടില്ല. അവർക്ക് സമയം അതല്ല അന്നെന്ന് പറയുമ്പോൾ അതല്ല ഈ സമയം കുറെ ആനുള്ള കുട്ടികളുണ്ടല്ലോ ആ സമയത്ത് ഞാനുള്ള വീട്ടിലെ വലയൊന്നല്ല വായിൽ പുല്ലാണ്. പുല്ല് ചവിട്ടി വെച്ച് വെള്ളത്തിൽ പൈപ്പ് ലൈൻ വേണ്ട അപ്പുറത്തെ വാട്ടർ പൈപ്പ് ലൈൻ പൈപ്പല്ല അവിടെ PVC മനസ്സിലാവുള്ളൂ. കണ്ണൻ പറഞ്ഞേക്കുന്നത് ബോറടിച്ചാൽ തിരിച്ചടിക്കണമെന്ന്. കണ്ണനാ പറഞ്ഞേ ഞാൻ. എന്താ നോക്കിയേ ഇങ്ങോട്ട് കയറിക്കാം. എന്നാ ഇതിൽ തന്നെ വാ. അതിൽ തന്നെ കയറുള്ളൂ. വാശി വാ കയറകടേ. അതിനെ കയറാൻ പറ്റില്ലടാ പൊട്ടങ്ങ. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞതില് കയറാൻ ആരോട് പറയാ? ആര് കേൾക്കാൻ? ഞാൻ പറയണത് എന്തെങ്കിലും ചെയ്യുവോ? എനിക്ക് തോന്നണ പോലെ അല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കല്ല് മെല്ലെ 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 ഈ മാക്കാൻ തന്നെയാ കാണിക്കുന്നത്. അത് അഴിച്ചിട്ടാ ഞാൻ എടുത്തോളാം.
കുഴപ്പമില്ല. പോയ വണ്ടി കുഴപ്പമില്ല. ഈ പോയ വണ്ടി തിരിച്ചു വരുമോ അല്ലേ? പോയ വണ്ടി തിരിച്ചു വരുമെന്ന് കണ്ണൻ ചോദിച്ചോ. ഈ വണ്ടി തിരിച്ചു വരുന്നുണ്ട്, കുഴപ്പമില്ല. അത് 2 മൈനെ അതാ കയറി വന്നേ. ഞാൻ കുറച്ച് മുമ്പേ ഓർത്ത് വരത്തില്ലായിരിക്കും ഒന്ന്. കാരണം വിചാരിച്ച ആ പോക്ക് കണ്ടപ്പോ ഈ വണ്ടി ഇനി വരും ഞാൻ വിചാരിച്ചില്ല. കുഴപ്പമില്ല, എനിക്ക് അങ്ങനത്തെ വഴക്കില്ല നമ്മളോട്. കുറച്ച് നേരം ചെളിയായിട്ട് നോക്കട്ടെ, എന്നിട്ട് വെള്ളം കൊണ്ട് പോയി. എങ്ങോട്ടാ കിടക്കുന്നത്? നീ നല്ല സൈഡിൽ നിന്നോ. അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ അറ്റൻഷനായിട്ട് തിരിയും. വാടേ വാങ്ങടേ നാനെങ്കിൽ നടക്ക്. കുട്ടിക്കാൻ കൊണ്ടുപോയവൻ ചെളിയായിട്ട് വരുന്നു. ഇതിലേക്ക് ഇടുക. മണ്ണൊക്കെ വാടിച്ചിട്ട് വന്ന് നോക്കി പോട്ടാ. തരങ്ങാത്തെ ഓയ് ഓയ് ഓക്കെയാ? ചൂടൊക്കെ മാറിയാ? കുലുക്കൂല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.